ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠരായ കർത്താവിൻ്റെ ദാസന്മാർ, ഞാൻ ക്രിസ്തുവിൽ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സി എബ്രഹാം പാസ്റ്റർ, അതുപോലെ പ്രിയ വർക്കിച്ചായന്, എന്നെ ഇവിടേക്ക് ക്ഷണിച്ച പ്രിയ ജോർച്ചായന്, ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവിൻ്റെ ദാസൻ, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന പാസ്റ്റർ കുര്യാക്കോസ് തോട്ടത്തിൽ പാസ്റ്റർ, ഇന്ന് ഗസ്റ്റായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, എൻ്റെ സഭയിലുള്ള അംഗങ്ങൾ, ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും വന്നവനും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവിൻ്റെ വചനവുമായി ഞാൻ പല സ്ഥലങ്ങളിലേക്ക് കടന്നു പോകാറുണ്ട്, ഇന്ത്യക്ക് വെളിയിലും ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്ഥലത്ത് ഒരു കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരു അവസരം ഒരുക്കി തന്നത്. ഇവിടുന്ന് വളരെ ദൂരേക്കൊക്കെ പോയി. പക്ഷേ അതിന് പ്രിയ അച്ഛൻ്റെ ഹൃദയത്തിൽ ആ ദൈവം അത് 2 ആഴ്ച മുന്നേ എന്നോട് പറഞ്ഞു. അന്ന് മുതൽ ഞാൻ ആ വിഷയം വെച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്താണ് ഇവിടെ പറയേണ്ടത്? ഹല്ലേലൂയ. എനിക്ക് സ്വയമായിട്ട് ഒന്നും പറയുവാനില്ല പ്രിയമുള്ളവരെ. ഞാൻ കർത്താവിൻ്റെ ഒരു മൈക്രോഫോണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവിന് നിങ്ങളോട് എന്തെങ്കിലും സംസാരിപ്പാനുണ്ടെങ്കിൽ അത് ഞാൻ പറയുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദീർഘനാളുകൾ എൻ്റെ കർത്താവിൻ്റെ വേല, എൻ്റെ 17ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാൻ, എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, ഞാൻ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. ആ സയൻസ് ഗ്രൂപ്പ് എടുക്കുമ്പോൾ എൻ്റെ ആഗ്രഹം, ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് BS നേഴ്സിങ്ങിന് പോകണം. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ BS നേഴ്സിങ്ങിനൊക്കെ പോയി അങ്ങനെ പഠിച്ചു. അമേരിക്കക്കാരെയൊക്കെ കല്യാണം കഴിച്ച് അമേരിക്കയിലൊക്കെ പോയി. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും അങ്ങനെ വിദേശത്തൊക്കെ പോകുന്നു, അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ചിന്തയായിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിച്ചു. എന്നാൽ ആ പഠിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെ വ്യത്യസ്തമായൊരു രീതിയിൽ എൻ്റെ ദൈവം എന്നെ വിളിക്കുവാനിടയായി തീർന്നു. ഞാൻ ആരോടും സുവിശേഷം ഷെയർ ചെയ്യുന്ന വ്യക്തിയല്ലായിരുന്നു. എൻ്റെ പിതാവ്, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ 24ാമത്തെ വയസ്സ് മുതൽ 76ാമത്തെ വയസ്സ് വരെ നിഷ്കളങ്കതയോടെ പരമാർത്ഥതയോടെ കർത്താവിനെ സേവിച്ച ഒരു പുരുഷായുസ് മുഴുവൻ കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ്റെ മകളാണ് എന്ന് പറയുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഹല്ലേലൂയ. നിഷ്കളങ്കനായ ഒരു പിതാവിൻ്റെ മകളായി ജനിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തിയിരുന്ന് കരയുന്ന എൻ്റെ പിതാവിനെ കണ്ടാണ് ഞാൻ വളർന്നത്. ഹല്ലേലൂയ. എന്നാൽ പലപ്പോഴും ഞാൻ ലജ്ജിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. എൻ്റെ പിതാവ് ഇങ്ങനെ ജംഗ്ഷനിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് കാണുമ്പോൾ ഒന്നാമത് എൻ്റെ പേര് ഗ്ലോറി എന്നിട്ടു. അപ്പം ഞാൻ എപ്പോഴും ചോദിക്കും, എന്തിനാ അച്ചാച്ച എൻ്റെ പേര് ഗ്ലോറി എന്നിട്ട്? ഈ ഗ്ലോറി, ഹല്ലേലൂയ, സ്തോത്രം എന്നൊക്കെ പറഞ്ഞു സ്കൂളിൽ ചെന്നാലും കോളേജിൽ ചെന്നാലും ഈ BCom അച്ചാച്ചന്മാരും BA അവരൊക്കെ പഠിക്കുന്നവർ കണ്ടമാനം കളിയാക്കുവാനിടയായി തീർന്നു. എൻ്റെ പിതാവ് ഒരു ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുന്നു എന്ന് കണ്ടാൽ ഞാൻ വഴിമാറിപ്പോയിരുന്ന വ്യക്തിയാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്താൽ എന്നെ ആകർഷിച്ചപ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വശ്യശക്തി എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ, എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അനേക കവലകളിൽ നിൽക്കുവാൻ എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. എൻ്റെ മാതാവിനറിയാം, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു പെന്തക്കോസുകാരിയാണെന്ന് ആരെങ്കിലും അറിയുന്നത് എനിക്കിഷ്ടമില്ല. കാരണം ഈ കളിയാക്കോർത്ത് മാത്രമാണ് സ്കൂളിൽ കോളേജിൽ സാറ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മറന്നുപോയാൽ ആ സാറ് തലയെ കൈവച്ച് അന്യഭാഷ പറയും. അപ്പോൾ ഇതെന്നെ വല്ലാതെ എന്നെ മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നു. ഹല്ലേലൂയ. യാക്കോബക്കാരും കത്തോലിക്കരും ഒക്കെ അങ്ങനെ ഈ കമ്മലും മാലയും ഇടാതെ ഒരു സാധാ വേഷത്തിൽ ചെല്ലുന്ന ഒരു കുട്ടി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ കാണുമ്പോഴേ നമ്മുടെ ആരാധനയ്ക്ക് പറയുന്നതിൽ കൂടുതൽ സ്തോത്രവും ഹല്ലേലൂയയും ഞങ്ങൾ പഠിച്ച സ്കൂളിലും കോളേജിലും കുഞ്ഞുങ്ങൾ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. എന്നാൽ ഞാൻ ഈ സുവിശേഷം ആരോടും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. അവൾ ജീവിതത്തിൽ വളരെയധികം സ്നേഹിച്ച ഒരു വ്യക്തി അവളെ ഉപേക്ഷിച്ചപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു. എന്നാൽ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ തലേദിവസം അവൾ ക്ലാസ്സിൽ വന്നിരുന്നു. അവൾ വളരെ വിഷാദമുള്ളവളായിട്ടിരുന്നു. ഹല്ലേലൂയ. എന്നാൽ എനിക്ക് അവളോടൊന്നും മിണ്ടാനോ ഒന്നും തോന്നിയില്ല പ്രിയമുള്ളവരെ. എന്നാൽ അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ 86 വയസ്സുള്ള എൻ്റെ മാതാവ് എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ.
അന്ന് രാത്രിയിൽ കിടക്കുമ്പോൾ ഞാനൊരു സ്വപ്നത്തിൽ കാണുകയാ. ഹല്ലേലൂയ, എൻ്റെ കൂട്ടുകാരിയുടെ കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ സ്വപ്നത്തിൽ എൻ്റെ അടുത്തേക്ക് വരികയാ. ഹല്ലേലൂയ, അവൾ എന്നോട് ചോദിക്കുക, ഗ്ലോറി, നീ എന്താ എന്നോട് സുവിശേഷം പറയാതിരുന്നേ? നീ എന്താ എന്നോട് യേശുവിനെ പറ്റി പറയാതിരുന്നേ? നീ എന്നോട് യേശുവിനെ പറ്റി പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുകയില്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ, ഞാൻ രാത്രിയിൽ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. അമ്മയോർത്തു എൻ്റെ മനസ്സിൻ്റെ നില തെറ്റിപ്പോയോ. ഞാൻ ആ കുഞ്ഞിൻ്റെ ഡെഡ് ബോഡി കാണാൻ പോയില്ല കേട്ടോ. സൂയിസൈഡ് ചെയ്ത ഒരു കപ്പിൽ മാവ്, അങ്ങനെ ഒരു മാവേൽ അവൾ കെട്ടിത്തൂങ്ങി പ്രഭാത സമയത്ത് മരിച്ചതാ. പലരും പോയി ഡെഡ് ബോഡി കണ്ടു, പക്ഷേ എനിക്കത് കാണുവാനുള്ള ശക്തിയില്ലായിരുന്നു. ഇവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ എൻ്റെ കൺമുന്നിലേക്ക് വന്നപ്പോൾ ഞാൻ ചാടി എഴുന്നേറ്റു, ബൈബിളും എടുത്തുകൊണ്ട് രാത്രിയിൽ, അമ്മേ ഞാൻ പോവാ, അമ്മേ ഞാൻ ഈ സുവിശേഷം എല്ലാവരോടും പറയാൻ പോകുക. എന്നിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിയുടെ എല്ലാവരും പറഞ്ഞു, മോളെ പൊട്ടത്തരം കാണിക്കരുത്, നിനക്കൊരു ഭാവി ഇല്ലാതായിപ്പോൾ, നിനക്ക് ഒരു ഗൾഫിലും ഒക്കെ പോകണ്ടേ, വിദേശ രാജ്യങ്ങളിലൊക്കെ പോകണ്ടേ, അങ്ങനെയൊക്കെ ഒരു ചാൻസ് ജീവിതത്തിൽ കിട്ടണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചാൽ, ബൈബിൾ കോളേജിൽ ഒരു കൊച്ചു പഠിച്ചെന്ന് പറഞ്ഞാൽ അതിനെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ, നിനക്ക് പാസ്റ്ററാകാൻ പറ്റുമോ, പല കാര്യങ്ങൾ എന്നോട് ചോദിച്ചു പ്രിയമുള്ളവരെ. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഈ സുവിശേഷം മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ, ഞാൻ അങ്ങനെ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് എൻ്റെ 17ാമത്തെ വയസ്സിൽ സമർപ്പിക്കുവാനും പായിപ്പാടുള്ള ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ 3 വർഷം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം തന്നു. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ സംഭവിച്ചിട്ടുള്ളത് മുഴുവൻ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് പ്രത്യേക ആലോചനകൾ കിട്ടി മാത്രമേ ഞാൻ ചുവടുകൾ വെച്ചിട്ടുള്ളൂ. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മധ്യത്തിലൂടെ ആയിരിക്കുന്നു എങ്കിൽ ഹല്ലേലൂയ അതും കർത്താവിൻ്റെ ഒരു വിളിയുടെ മുന്നിലാ. ഹല്ലേലൂയ, ഞാനൊരു പ്രത്യേക സ്ഥലത്ത്, ഹല്ലേലൂയ ഞാൻ ആ സ്ഥലത്തിൻ്റെ, കാരണം ഇത് ലൈവൊക്കെ പോകുന്നതാ, നമ്മൾ പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ആയിരിക്കണമല്ലോ. എൻ്റെ കർത്താവ് എന്നെ ഒരു പ്രത്യേക രാജ്യത്തേക്ക് ദൈവം എന്നെ അയക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഞാൻ ചിന്തിച്ചു, കർത്താവേ ഞാൻ എന്തിനാ അപ്പാ ഈ രാജ്യത്ത് വന്നത്? അപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സൊക്കെ എനിക്കിങ്ങനെ മെസ്സേജൊക്കെ ഇടുമ്പോൾ ചോദിക്കും, ബൈബിൾ കോളേജിൽ കഴിച്ച ഫുഡ് നിൻ്റെ വയറ്റിൽ കിടന്ന് കുത്തുന്നില്ലേ എന്ന്. ഹല്ലേലൂയ, ഞാൻ വിങ്ങിപ്പൊട്ടിയിരുന്ന് കരയും കേട്ടോ. സുഖസൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചതാ. ഹല്ലേലൂയ, നീ പറയാതെ ഒരു ചുവട് എൻ്റെ ജീവിതത്തിൽ വെച്ചിട്ടില്ല കർത്താവേ. നീ എന്നോട് സംസാരിച്ചിട്ടാ ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് പോയത്. എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, എൻ്റെ കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുവപ്പാ. ഹല്ലേലൂയ, എൻ്റെ കർത്താവേ നിനക്ക് വേണ്ടി പോകുവാൻ എനിക്ക് മുഖാന്തരങ്ങൾ ഒരുക്കി തരണമേ. ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് ഫ്രീഡം ഇല്ലാത്ത സ്ഥലത്ത് അനേക വർഷങ്ങൾ, ഞാൻ ആ സ്ഥലത്തിൻ്റെ പേര് പബ്ലിക്കിൽ പറയുന്നില്ല പ്രിയമുള്ളവരെ, അനേക വർഷങ്ങൾ എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ സാധുവായ എൻ്റെ ജീവിതത്തിൽ കർത്താവ് മുഖാന്തരങ്ങൾ നൽകി. അനേക സഹോദരിമാർ, ഹിന്ദുക്കൾ, പല പേരുകളും എനിക്ക് പറയുവാൻ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ, കാരണം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കണം. ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു വ്യക്തിക്ക് വേറൊരു തടസ്സം വരുവാൻ ഇടയായി തീരരുത്. അനേകർ കർത്താവിനെ അറിയുവാൻ, അവിടുത്തെ സ്വിമ്മിംഗ് പൂളുകളിൽ കർത്താവിനെ സാക്ഷീകരിക്കുവാൻ, ജലത്തിൽ സാക്ഷ്യപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി തീർന്നു. അന്ന് എൻ്റെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് നിന്ന ഒരു ദൈവദാസനാണ് ഡോക്ടർ റോയ് ബി കുരുവിള. ഇന്ന് അദ്ദേഹം അബുദാബിയിലുണ്ട്. ഹല്ലേലൂയ, ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്തത് എത്ര വർണ്ണിച്ചാലും മതിയാകയില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ കർത്താവിൻ്റെ ദാസന്മാരുടെ മുന്നിലൊക്കെ നിൽക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ വിറയലോടാണ് നിൽക്കുന്നേ. ഹല്ലേലൂയ, ഞാൻ എപ്പോഴും പറയും, കർത്താവേ ഞാനൊരു യോഗ്യതയില്ലാത്ത വ്യക്തിയാണല്ലോ. ഞാൻ പലപ്പോഴും എൻ്റെ ഭവനത്തിൽ പറയും, കർത്താവേ ക്വാളിറ്റി നോക്കി, സൗന്ദര്യം നോക്കി എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ എന്നെ തിരഞ്ഞെടുക്കത്തില്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറയും, ഞാനൊരു കഴുതയാ. അപ്പോൾ എൻ്റെ ഒരു ബ്രദറുണ്ട്, ഫിന്നി, പാസ്റ്റർക്കൊക്കെ അറിയാം. ഫിന്നി അന്നേരം എന്നോട് പറയും, എടി കഴുതയുടെ പുറത്തല്ലേ കർത്താവ് കയറിയത്, നിൻ്റെ പുറത്ത് കർത്താവ് കയറിക്കൊള്ളും. ഹല്ലേലൂയ, യോഗ്യതയില്ലാത്ത എന്നെ എൻ്റെ കർത്താവ് തിരഞ്ഞെടുത്തു. പ്രിയമുള്ളവരെ, ഒന്നും കണ്ടിട്ടല്ല. എൻ്റെ കർത്താവിന് വേണ്ടി ഒരു സഹോദരിക്ക് നിൽക്കുവാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ നിൽക്കാൻ പറ്റും പ്രിയമുള്ളവരെ. കാരണം സഹോദരിമാരെ, ദൈവം ഒരു സഹോദരിയിലൂടെ, ഒരു സാധുവായ മറിയയിലൂടെയാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നതെങ്കിൽ, ഹല്ലേലൂയ, യേശുവിനെ ഉയർത്തെഴുന്നേറ്റ സാക്ഷ്യം ശിഷ്യന്മാരോട് പോയി പറഞ്ഞത് ഒരു മറിയയാണെങ്കിൽ,
ശമരിയക്കാരി സ്ത്രീ പറഞ്ഞ സാക്ഷ്യ നിമിത്തം ആ പട്ടണത്തിൽ പലരും കർത്താവിൽ വിശ്വസിച്ചു എങ്കിൽ ഹല്ലേലൂയ, സഹോദരിമാരെ, നിങ്ങൾക്കും സുവിശേഷ വേലയിൽ പങ്കാളിയായി തീരുവാൻ കഴിയും. ഒരു ദിവസം ഒരു പാസ്റ്റർ എന്നോട് പറയുക, കുരുവിള പാസ്റ്ററുടെ ഇളയ മോള് ഒരു മോനായിട്ട് ജനിക്കേണ്ടതായിരുന്നു, അങ്ങനെയായിരുന്നെങ്കിൽ സെൻട്രൽ പാസ്റ്റർ ആകാരുതല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ഒരു പെണ്ണായി പോയല്ലോ എന്ന് പറഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കുവാനല്ല സഹോദരിമാരെ ദൈവം നമ്മളെ വിളിച്ചത്. നമ്മുടെ മേലൊരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. സഹോദരിയായിട്ട് ഞാൻ ആ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, സെൻട്രൽ പാസ്റ്റർ ആകാനുള്ളതല്ല എൻ്റെ വിളി പേഴ്സണൽ ഇവാഞ്ചലിസമാ. പ്രിയമുള്ളവരെ, അനേകരോട് ഞാൻ എൻ്റെ ഹൃദയത്തിലെ സ്വപ്നമാ ഈ 2024 ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചത്, കർത്താവേ, എനിക്ക് ഓരോ ഭവനങ്ങൾ കയറി ഇറങ്ങണം, എൻ്റെ യേശു ലോക രക്ഷകനാന്ന് വിളിച്ചു പറയണം. ഇനിയും നമ്മുടെ പരിസരത്ത് ഒരാൾ ആത്മഹത്യ ചെയ്യരുത്, അതിന് കണക്ക് കൊടുക്കേണ്ടത് ഞാനും നീയുമാ. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് ഇവിടെ പ്രിയ കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ ഒരു കോൺഫറൻസ് ഇവിടെ വെച്ചത്. എന്തിനാണെന്നറിയാവോ? നമുക്കൊരു ആഹ്വാനം തരികയാ. അപ്പോൾ അതിന് തക്കതായ ഒരു മെസ്സേജാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. 2 തീമോത്തിയോസ് 2:3 ആർക്കെങ്കിലും ഒന്ന് എടുത്ത് വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രോഗ്രാമുകളൊന്നും ഇല്ല എങ്കിലും ഞാൻ പലപ്പോഴും ശബ്ദം എടുക്കുമ്പോൾ എൻ്റെ ഉള്ള ശബ്ദം മുഴുവൻ എടുക്കുന്നതുകൊണ്ട് ശബ്ദം സ്വല്പം അടയ്ക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടെങ്കിൽ ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഒരു പാട്ടിൻ്റെ 2 വരികളൊന്ന് പാടുവാൻ ആഗ്രഹിക്കുക. ക്രൂശുമേന്തി പോയിടും ഞാൻ യേശുവിനായി പോയിടും ഞാൻ, താൻ വിളിച്ചാൽ പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും. യേശുവിനായി ഞാൻ പോകും, യേശുവിൻ വേല ചെയ്യും, യേശുവിനായ അന്ത്യ. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഞങ്ങൾ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ ബൈബിളൊക്കെ പിടിച്ചുകൊണ്ട് കൊച്ചു പ്രായത്തിൽ ആ ന്യൂ ഇന്ത്യ ബൈബിൾ സെമിനാരിയിൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ നേരത്ത് ഈ പാട്ടാകട്ടോ പാടുന്നത്, വെൻ ഹി കോൾസ് മീ ഐ വിൽ ആൻസർ, I will somewhere working for my Lord. Hallelujah. എൻ്റെ കർത്താവ് എന്നെ വിളിക്കുന്നു. When he calls me I will answer. When he calls me I will answer. Hallelujah. ഒരു സമയത്ത് ത്രിപുരയിലേക്ക് പ്രിയ കർത്താവിൻ്റെ ദാസനെ വിളിച്ചു. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ദൈവം ഇന്ന് രാത്രിക്കാരെ നമ്മളെ വിളിക്കുക. ആരാ കർത്താവിന് വേണ്ടി പോകുന്നേ? ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു പടയാളിയെപ്പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഹല്ലേലൂയ. പടയാളികളില്ലാത്ത രാജ്യം ഇന്നില്ല. ഏതു രാജ്യത്തിൻ്റെയും ബലവും നിലനിൽപ്പും അതിൻ്റെ യുദ്ധ സാമഗ്രികളുടെയും പടയാളികളുടെയും ആശ്രയിച്ചിരിക്കും. എന്നാൽ ലോകം ഒരു പടയാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ ഉയരം, തൂക്കം, ശാരീരിക അളവുകൾ ഇവ ശരിയായിട്ടില്ലാത്തവനെ ഒരു പടയാളിയായി തിരഞ്ഞെടുക്കുന്നില്ല. എന്നാൽ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ പുറമേ ഉള്ളത് നോക്കാതെ അകമയുള്ളതാ നോക്കുന്നത്. പ്രിയമുള്ളവരെ, ശക്തരായ ശൗൽ പോലെയുള്ള അതിശക്തനായ ഗോല്യാത്തിന് മുന്നിൽ ഭയന്ന് വിറച്ചു നിൽക്കുമ്പോൾ ബാലനായ ദാവീദാണ് ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ച് ശത്രുവിനെ കൊന്നെന്ന കാര്യം നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരന്മാരും സഹോദരിമാരും, ഹല്ലേലൂയ, നിങ്ങളൊരു വിശ്വാസിയായിരിക്കാം, എന്നാൽ ഹല്ലേലൂയ നിങ്ങൾ കർത്താവിൻ്റെ ധീര പടയാളികളാ. ഹല്ലേലൂയ. റോമ സാമ്രാജ്യത്തിലുള്ള ഏത് പൗരനും ഒരു പടയാളിയും കൂടിയായിരുന്നു. നമുക്കറിയാം, ഒരു പടയാളിയെപ്പറ്റി ഒരു വാക്യമാണല്ലോ ഞാൻ വായിച്ചത്. ഒരു പടയാളി അവൻ്റെ ശരീരം നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, അതിന് വേണ്ടുന്ന എക്സസൈസ് ഒക്കെ ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ആ പടക്കളത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഈ പുസ്തകം എഴുതിയ അപ്പോസ്തലനായ പൗലോസ്
കർത്താവിൻ്റെ ഒരു ധീര പടയാളിയായിരുന്നു പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെയും ക്രിസ്തുവിൻ്റെ നാമത്തെയും ഏതു വിധേനയും സ്വന്തം രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണമെന്ന് ആഗ്രഹിച്ച ശൗൽ എന്ന പൗലോസ് ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ വശ്യശക്തി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചപ്പോൾ ആ ഭക്തൻ നിന്ന് വിളിച്ചു പറയുകയാണ്, ക്രിസ്തു യേശുവേ, അങ്ങയ്ക്ക് വേണ്ടി ബന്ധിക്കപ്പെടുവാൻ മാത്രമല്ല മരിപ്പാനും ഞാനിതാ തയ്യാറായിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സുവിശേഷത്തിന് വളരെയധികം ശക്തിയുണ്ട് പ്രിയമുള്ളവരെ. ഇത് ജീവിതങ്ങളിൽ രൂപാന്തരം വരുത്തുന്നതാ. ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമായി പോയ മനുഷ്യനെ പുത്തനാക്കി വാർത്തെടുത്ത് ദൈവത്തിന്റെ മാനപാത്രമാക്കുവാൻ ശക്തിയുള്ളതത്രേ കൃപയുടെ സുവിശേഷം. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിൻ്റെ വേലയിൽ നിൽക്കണമെങ്കിൽ വിജയകരമായി, ഹല്ലേലൂയ, ഇന്ന് എനിക്ക് 48 വയസ്സുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ 17ാമത്തെ വയസ്സ് മുതൽ ഈ 48ാമത്തെ വയസ്സ് വരെ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ, ഹല്ലേലൂയ, എൻ്റെ യോഗ്യതയില്ലാത്ത സ്ഥാനത്ത് 2006 ഞാൻ ഈ ലോകം വിട്ടു മാറ്റപ്പെടേണ്ടിയിരുന്ന വ്യക്തിയാണ്. എൻ്റെ ബ്രെയിനിൽ ഒരു അഡിനോമ കണ്ടുപിടിച്ചതാ, എൻ്റെ ബ്രെയിനിൽ ഒരു ട്യൂമർ കണ്ടുപിടിച്ചതാ. മുത്തൂറ്റുള്ള ന്യൂറോ സർജൻ KB മത്തായി എൻ്റെ ബ്രെയിൻ സർജറിക്ക് പറഞ്ഞതാ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ദൈവത്തോട് തീരുമാനമെടുത്തു. എൻ്റെ തീരുമാനത്തെ ഒന്നുകൂടെ പുതുക്കുവാനിടയായി തീർന്നു. കർത്താവേ, ആത്മപ്രിയനെ, എനിക്കൊരു ശബ്ദമുണ്ടെങ്കിൽ അത് നിനക്ക് വേണ്ടി. ഹല്ലേലൂയ. 2011 സൗദി ജർമ്മൻ ഹോസ്പിറ്റലിൽ എൻ്റെ ബ്രെയിൻ MRI സ്കാൻ ചെയ്യുമ്പോൾ 2006 കണ്ടുപിടിച്ച ട്യൂമർ എൻ്റെ കർത്താവ് എടുത്തു മാറ്റിയെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞത് ഈ ലോകം വിട്ടു മാറ്റപ്പെടേണ്ടിയിരുന്ന വ്യക്തിയാ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ പ്രഷർ 24 വരെ താണതാ. ഹല്ലേലൂയ. എന്നെ സൗദി അറേബ്യയിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് BP താണ്, പ്രഷർ താണ്, ഹല്ലേലൂയ, എൻ്റെ പൾസ് താണ്. ഒരു ഹോസ്പിറ്റലിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെയും പറഞ്ഞു ഈ ഹോസ്പിറ്റലിലും എടുക്കത്തില്ല, കലാസ് 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 എന്ന് പറഞ്ഞ് അവിടെയും തള്ളിയപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കർത്താവ് എനിക്ക് ആയുസ് തന്നത് എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാ. ഇനി എത്ര നാള് ഈ ഭൂമിയിലുണ്ടെന്ന് അറിയത്തില്ല പ്രിയമുള്ളവരെ. ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അന്ത്യശ്വാസം വരെ. ഹല്ലേലൂയ. മരിക്കുന്നതിന് മുന്നേ എന്നെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ ഒരു വീടും കൂടെ കയറി എൻ്റെ കർത്താവിനെ പറയണം. ഒരു കവലയിലും കൂടെ നിന്നിട്ട് യേശുവേ നീ ലോക രക്ഷകനാന്ന് വിളിച്ചു പറയണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ജനുവരി 1 മുതൽ ഒത്തിരി കരയുന്നത്. ഹല്ലേലൂയ. സഹോദരിമകളെ, ഞാൻ പലരെയും പേഴ്സണലി വിളിച്ചിട്ട് പറയും, ആൻറ്റി നമുക്ക് പോകാം, എൻ്റെ കൂടെ വരാവോ? ഹോസ്പിറ്റലുകളിലൊക്കെ നമുക്കൊന്ന് കയറി ഇറങ്ങാം, ഭവനങ്ങളിലൊക്കെ കയറി ഇറങ്ങാം. നമ്മളുടെ സുവിശേഷം പറയാതിരുന്നിട്ട് ഒരു വ്യക്തി നിത്യ നരകത്തിലേക്ക് പോയാൽ എന്നോടും നിന്നോടും കർത്താവ് കണക്ക് ചോദിക്കും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു പടയാളി നമ്മൾ കർത്താവിൻ്റെ ആ പോർക്കളത്തിൽ, ഹല്ലേലൂയ, എൻ്റെ പിതാവ് പറയും, സുവിശേഷ വേലയിലായിരിക്കുമ്പോൾ എൻ്റെ പിതാവ് പറയും, ആ വേല തന്നെ ആയിരിക്കുമ്പോൾ, അല്ലെ ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് മരിക്കാൻ പറ്റിയ അതാ ഭാഗ്യം. അദ്ദേഹത്തിന് ഒത്തിരി നാൾ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആഗ്രഹിച്ചില്ല പ്രിയമുള്ളവരെ. കർത്താവിന് വേണ്ടി അന്ത്യശ്വാസം വരെ എരിഞ്ഞടങ്ങാൻ പറ്റിയാൽ അതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഞാൻ പ്രസംഗിക്കുന്ന യേശു ഉണ്ടല്ലോ, നിസ്തുലനാ. ഹല്ലേലൂയ. എൻ്റെ യേശു ജനനത്തിൽ നിസ്തുലനാ, എൻ്റെ യേശു ജീവിതത്തിൽ നിസ്തുലനാ, എൻ്റെ യേശു മരണത്തിൽ നിസ്തുലനാ. ഹല്ലേലൂയ. എൻ്റെ യേശു രാജാതിരാജാവായി വരാൻ പോകുക. എൻ്റെ കർത്താവിനെ പറ്റിയാ ഞാൻ പറയുന്നത്. എൻ്റെ യേശു രക്ഷയ്ക്കുള്ള പല വഴിയിൽ ഒരു വഴിയല്ല എൻ്റെ യേശു. രക്ഷയ്ക്കുള്ള ഒരേ ഒരു വഴി എൻ്റെ യേശു മാത്രം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കവലയിൽ ഇത് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ ചുമന്ന പൊട്ടൊക്കെ തൊട്ട് ഇങ്ങനെ വന്ന് നിൽക്കുക. അപ്പം ഞാൻ ഇച്ചിരി പേടിച്ചു കേട്ടോ. മാനുഷികമായിട്ട് നമ്മളൊരു സഹോദരിയല്ലേ, എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ പറ്റി. ആ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയ പ്രിയമുള്ളവരെ, ഏതു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുവാൻ ഈ സുവിശേഷത്തിന് കഴിയും. ആര് പറയുന്നു എന്നുള്ളതല്ല എൻ്റെ കർത്താവിന് വിഷയം. സഹോദരിമാരെ, ആ കർത്താവിൻ്റെ കരങ്ങളിലേട്ട് നിങ്ങളെ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ?
ഒന്നാമതായി ഒരു പടയാളി ഏകാഗ്രതയോടെ യുദ്ധസേവ ചെയ്യണം. പ്രിയമുള്ളവരെ, നമ്മളെ ആക്കിയിരിക്കുന്ന ആ കർത്താവിൻ്റെ വേലയിൽ മാത്രം നിലനിൽക്കണം. ഒരു പടയാളിക്ക്, ഈ ലോകത്തിലെ ഒരു പടയാളിക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ആക്കിയിരിക്കുന്ന സ്വർഗീയ സാമ്രാജ്യം നമുക്ക് ശമ്പളം തരാൻ മറന്നു പോകത്തില്ല. പ്രിയമുള്ളവരെ, എൻ്റെ പിതാവ് ലോകപ്രകാരമുള്ള റെയിൽവേയിലെ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ ബൈബിളും എടുത്തുകൊണ്ട് എന്റെ മാതാവ് 1.5 വയസ്സുള്ള എന്റെ ചേച്ചിയെയും, ഹല്ലേലൂയ, ആനീസ, മേഴ്സി, ഗ്രേസി, ഫിന്നി, ഗ്ലോറി, ഞങ്ങൾ 6 കുഞ്ഞുങ്ങളാ. എന്റെ പിതാവ് ഇറങ്ങുമ്പോൾ പലരും ചോദിച്ചു, നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചു പോകത്തില്ലേ? ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം പറയട്ടെ, വിളിച്ച ദൈവം വിശ്വസ്തനാ. അവൻ നിന്നെ വഴിയിലിട്ടേച്ചു പോകുന്ന ദൈവമല്ല. നിന്നെ വിളിച്ചത്, ഹല്ലേലൂയ, കാൽവറിയുടെ മലമുകളിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന പ്രാണപ്രിയനാ. പ്രിയമുള്ളവരെ, ഞാൻ അനുഭവത്തോടുള്ള ബന്ധത്തിൽ പറയുന്നത് അത്രയും രുചിച്ചറിഞ്ഞിട്ടാ. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ രോഗസൗഖ്യത്തിലൂടെ ഞാൻ രുചിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിൻ്റെ മുഖം ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച മുഖം ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും തകർന്നിരുന്നപ്പോൾ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അറിഞ്ഞു. അതെങ്ങനെയാണെന്ന് എനിക്ക് പറയൂ. ഒരു സ്പർശനം, ആ സ്പർശനം എന്നെ സൗഖ്യമാക്കി. പ്രിയമുള്ളവരെ, ആലില പോലെ ഞാൻ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു. എൻ്റെ മോൾക്ക് 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് എൻ്റെ ബ്രെയിനേൽ ഒരു ട്യൂമർ കണ്ടുപിടിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചിട്ട്, അന്ന് ഇവിടെ ആയിരിക്കുന്ന നെല്ലിക്കമൽ സഭയിലെ ശുശ്രൂഷകനായിരുന്നത് പാസ്റ്റർ PV ശാമുൽ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസന. ഞാൻ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചിട്ട് ഞാൻ റൂമിലിരുന്ന് വളരെയധികം കരയുമായിരുന്നു. പ്രിയ കുഞ്ഞുമോനച്ചായൻ, പ്രൊഫസർ അച്ചാൻ എന്നെ ഒത്തിരി ആ സമയത്ത് ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നോട് പറയും, ഗ്ലോറി, നിൻ്റെ ഉള്ളിൽ മുഴുവൻ വിഷമമാ. PV ശാമുൽ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഗ്ലോറി, ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയുക, നീ മറ്റുള്ളവരുടെ മുന്നിൽ കോമഡി പറഞ്ഞ് ചിരിച്ചാലും നിന്റെ ഹൃദയം നീറുകയല്ലേ? ഹല്ലേലൂയ. ഞാൻ ആ ഫെയ്ത്ത് ഹോമിലേക്ക് ചെന്നു. ആ സോഫയിൽ ഇരുന്ന് വലിയ വായിൽ ഞാൻ കരയുവാനിടയായി തീർന്നു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഞാൻ ഇപ്പോൾ മരിച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആരാ നോക്കുന്നേ? ഹല്ലേലൂയ. പാസ്റ്റർ പറഞ്ഞു, ഗ്ലോറി, നീ ആ കുഞ്ഞിനെയും കണ്ടിട്ട് നീ ലോകത്തു നിന്ന് പോകത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിന്നോട് ആത്മാവിൽ പറയുക, നീ ആ കുഞ്ഞിനെയും കണ്ടിട്ട്, ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം, ഹല്ലേലൂയ, നടക്കുവാനും എൻ്റെ കർത്താവ്, അവൾക്ക് ഇന്ന് 25 വയസ്സ് പ്രായമായി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ കുഞ്ഞിനെ ഓർത്താ ഞാൻ വിഷമിച്ചേ. ഞാൻ മരിക്കുമെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിനെ ഓർത്തല്ല. പ്രിയമുള്ളവരെ, ഞാൻ കൂടുതൽ വിഷമിച്ചത് എൻ്റെ കുഞ്ഞിനെ ഓർത്താ. ഒരമ്മയാണോ, ഒരു പെറ്റ അമ്മയാണോ മരിക്കുമെന്ന് പറയുമ്പോൾ അവൾ ആദ്യം ചിന്തിക്കുന്നത് അവളുടെ കുഞ്ഞിനെ ആണെങ്കിൽ, ഹല്ലേലൂയ, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറഞ്ഞ പ്രാണപ്രിയന് നിന്റെ കഷ്ടതയിൽ സഹതാപമുണ്ട് സഹോദരി. ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ കുറ്റം പറഞ്ഞോട്ടെ, കുഞ്ഞേ, മരിച്ചാലും കുറ്റം പറയും, ജീവിച്ചാലും കുറ്റം പറയും. കുറ്റം കേൾക്കുന്നുവെങ്കിൽ ആത്മനാഥന് വേണ്ടി കുറ്റം കേൾക്ക്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം പലയിടത്ത് പോകുന്നതാ. പ്രിയമുള്ളവരെ, പലപ്പോഴും പലരെ ആശ്രയിച്ച ദൂരേക്കൊക്കെ പോകുന്നത്. പാലക്കാടേക്ക് പോയപ്പോൾ രാത്രി വന്നിറങ്ങിയപ്പോൾ അപ്പോൾ മാനുഷികമായിട്ടൊരു ഭയം വരും. അയ്യോ, ഒരു സഹോദരിയാ രാത്രി വന്നിറങ്ങുന്നേ. പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നോട് പറയുകയാ, മറിയ അതികാലത്തെ കല്ലറയിലേക്ക് ഓടി. ഹല്ലേലൂയ. അന്നും മനുഷ്യർ പറഞ്ഞു കാണും, നമ്മുടെ മനുഷ്യരല്ലേ, എന്തെങ്കിലുമൊക്കെ പറയും, ഇവളെങ്ങോട്ടായി പോകുന്നേ? ഹല്ലേലൂയ. മനുഷ്യർ കുറ്റം പറയുന്നവർ കുറ്റം പറയട്ടെ. പ്രിയമുള്ളവരെ, കുറ്റം കേൾക്കുന്നുവെങ്കിൽ ആത്മനാഥന് വേണ്ടി കുറ്റം കേൾക്കുക. അവക്കറിയാം, ഞാൻ ഒരു സമയത്ത് എൻ്റെ ദേഹത്ത് 7 ഭൂതങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഭൂതങ്ങളെല്ലാം മാറി. മറിയേ, നിന്റെ ഭൂതമൊക്കെ മാറിയില്ലേ? നിന്റെ പ്രശ്നമൊക്കെ മാറിയില്ലേ? പിന്നെ നീ എന്തിനായി വെളുപ്പാങ്കാലത്ത് ഓടുന്നത്? അവൾക്ക് ഒരു കാര്യം പറയുവാൻ കഴിയും. പ്രിയമുള്ളവരെ, എൻ്റെ വിവാഹം നടക്കാനല്ല, എനിക്ക് വീട് വെക്കാനല്ല, എനിക്ക് കാറ് മേടിക്കുവാനല്ല, എൻ്റെ പ്രാണപ്രിയൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു ആഹ്വാനമായി നിങ്ങളോട് ചോദിക്കുക, ഈ കർത്താവിനെ ആഴത്തിൽ നിനക്കൊന്ന് സ്നേഹിക്കാൻ തയ്യാറാകാമോ? കർത്താവിനെ ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു പടയാളിയായിട്ട്, ഹല്ലേലൂയ, നിനക്ക് തീരുവാൻ കഴിയുമോ? ഹല്ലേലൂയ.
ആ മറിയ, ഹല്ലേലൂയ, ശിഷ്യന്മാരൊക്കെ മാറി നിന്ന സ്ഥാനത്ത്, ഹല്ലേലൂയ, യോഹന്നാൻ്റെ, ഞാൻ ചിന്തിക്കുക സഹോദരിമാരെ, ഞാനൊരു സഹോദരി ആയതുകൊണ്ട് എനിക്ക് സഹോദരിമാരോട് ഭയങ്കര സ്നേഹമാകട്ടോ. ഹല്ലേലൂയ, യേശു സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനായിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ, യേശുവിനെ ഒത്തിരി സ്നേഹിച്ചത് മഗ്ദലന കരുത്തി മറിയ. സഹോദരിമാരെ, നമുക്ക് നമ്മുടെ യേശു അപ്പായെ ഒത്തിരി സ്നേഹിക്കാൻ പറ്റും കേട്ടോ. ഹല്ലേലൂയ, കുറ്റം പറയുന്ന ഒരു കുറ്റം പറഞ്ഞോട്ടെന്നേ, നിന്നെ എന്തും പറഞ്ഞോട്ടെ, യേശുവിൻ്റെ നാമം നിമിത്തം ഈ ഗ്ലോറി ഒരു ഭ്രാന്തിയാന്ന് പറഞ്ഞാൽ പോലും എനിക്ക് കുഴപ്പമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, കാരണം ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ മൺമറഞ്ഞു പോകേണ്ടിയിരുന്ന എന്നെ ഇവിടെ നിർത്തിയത് എൻ്റെ കർത്താവ്. ഒരു പടയാളി ഏകാഗ്രതയോടെ യുദ്ധസേവ ചെയ്യണം. രണ്ടാമതായിട്ട് ഒരു പടയാളിയുണ്ടല്ലോ, ത്യാഗമനോഭാവം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ, ഒരു റോമൻ പൗരനെ പടയാളിയായി തിരഞ്ഞെടുക്കുമ്പോൾ കടലിൽ കൂടിയും മലയിൽ കൂടിയും തീയിൽ കൂടിയും കടത്തിവിട്ടിട്ട് ഈ വക ആപത്തുകൾ നേരിടേണ്ടി വന്നാലും കൈസറോട് ഞാൻ കൂറുള്ളവനായിരിക്കുമെന്ന് സ്വന്തം രക്തമെടുത്ത് എഴുതി പ്രതിജ്ഞ ചെയ്യിക്കുന്നു. ഹല്ലേലൂയ, മാഞ്ഞു പോകുന്ന റോമ സാമ്രാജ്യത്തിന് വേണ്ടി ഇത്രമാത്രം കൂറ് പ്രഖ്യാപിക്കുവാൻ ജനങ്ങൾ തയ്യാറായി എങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും നശിച്ചു പോകാത്ത നിത്യരാജ്യത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ പടയാളികളെ, ഹല്ലേലൂയ, നാം ദൈവത്തോട് എത്രമാത്രം കൂറുള്ളവരായിരിക്കണം. ഞാൻ പറയാം, ചാവേർ സംഘടനകളുണ്ടല്ലേ, അവർ വിശ്വസിക്കുന്ന സംഘടനയ്ക്ക് വേണ്ടി അവർ ചാവാൻ തയ്യാറാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, രാജീവ് ഗാന്ധിയെ വധിക്കുവാൻ ദേഹത്ത് ബോംബ് വെച്ച് കെട്ടിയത് ഒരു സഹോദരിയല്ലേ. അവൾ വിശ്വസിക്കുന്ന, അവൾ പൊട്ടിത്തെറിച്ചു, ഞാൻ ചാകുന്നെങ്കിൽ ചത്തോട്ടെ. ഹല്ലേലൂയ, അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പ്രസംഗിക്കുന്ന യേശു, ഹല്ലേലൂയ, ലോകമഹാന്മാർ കല്ലറകളിൽ വിശ്രമിക്കുമ്പോൾ എൻ്റെ യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ, എൻ്റെ യേശു, ഹല്ലേലൂയ, എൻ്റെ യേശു രാജാതിരാജാവായിട്ട് വരാൻ പോവുക കേട്ടോ. ലോക നേതാക്കന്മാർ ചോദിക്കുന്നത് പോലെ എന്നെ ഒന്ന് ജയിപ്പിക്കാവോ എന്ന് എൻ്റെ കർത്താവ് ചോദിക്കത്തില്ല. ഹല്ലേലൂയ, എൻ്റെ യേശു, ഹല്ലേലൂയ, രാജാതിരാജാവായി വരാൻ പോകുക. അവൻ്റെ വരവിന് മുന്നേ നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, ഇനി ഞാൻ പറയാം, ഈ കർത്താവിൻ്റെ വേല ചെയ്യണമെങ്കിൽ ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണം പ്രിയമുള്ളവരെ. ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിക്കണമെങ്കിൽ അത്യുന്നതന്റെ മറവിൽ നമ്മൾ വസിക്കണം. ഹല്ലേലൂയ, ഹി ദാറ്റ് dwelleth in the secret place. ഹല്ലേലൂയ, അത്യുന്നതന്റെ മറവിൽ വസിച്ചെങ്കിൽ മാത്രമേ അത്യുന്നതനിൽ നിന്നുള്ള ശക്തി നിനക്ക് ലഭിക്കുകയുള്ളൂ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ, മറിയ, ആ മറിയോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുകയാ, മറിയേ, നിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഈ പാവ സ്ത്രീ ചോദിക്കുക, കർത്താവേ, ഇതെങ്ങനെ സംഭവിക്കും? ഹല്ലേലൂയ, പ്രിയമുള്ള സഹോദരിമാരെ, ആ ഒരു നിന്നയും മറിയ ഏറ്റെടുത്തു. ഞാൻ ചിന്തിക്കുക, കർത്താവേ, എൻ്റെ അടുക്കലെങ്ങാനും ആ ദൂതം വന്നെങ്കിൽ ഞാൻ പറയുമോ, കർത്താവേ, അത് വേറെ ആരോടേലും പറയണേ, ഇത്രയും വലിയ പേരുദോഷം കേൾക്കാൻ എനിക്ക് വയ്യാ എന്ന് കയ്യും കൂപ്പി ഞാൻ പറഞ്ഞേനെ. എന്നാൽ പ്രിയ സഹോദരിമാരെ, ആ താഴ്മയുള്ള മറിയയുണ്ടല്ലോ, അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഹല്ലേലൂയ, അവൾ എന്തിനു വേണ്ടി സമർപ്പിച്ചിരിക്കുന്നുവോ അതിനു വേണ്ടി അവളുടെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവൾ വെടിഞ്ഞു പ്രിയമുള്ളവരെ. അതാ സമർപ്പണം. അവൾ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നാളെ എൻ്റെ ജീവിതത്തിൽ എന്ത് എന്ത് പേരുദോഷമാ വരുന്നതെന്ന് എനിക്കറിയില്ല. സഹോദരിമാരെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്നാലുണ്ടല്ലോ, ഹല്ലേലൂയ, ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ചാൽ അറിയാം, എൻ്റെ ഈ വീട്ടിലെ 6 കുഞ്ഞുങ്ങളിൽ ഏറ്റവും ഒരു പേടിയുള്ള കുഞ്ഞ് ഞാനാ. ഹല്ലേലൂയ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്നാലുണ്ടല്ലോ, ഒരു മനുഷ്യൻ ഉറച്ചൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഹാർട്ട് ബീറ്റ്സ് കൂടുന്ന വ്യക്തിയാ ഞാൻ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ഒരിക്കലും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഞാൻ നിൽക്കുന്നതായിട്ട് തോന്നാറില്ല പ്രിയമുള്ളവരെ.
എൻ്റെ യേശു അപ്പായുടെ പുറകിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ എൻ്റെ കർത്താവിന് പറയുവാനുള്ള അരുളപ്പാടാ വിളിച്ചു പറയുന്നത്. ഹല്ലേലൂയ. പ്രിയ സഹോദരിമാരെ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വന്നാലുണ്ടല്ലോ, നീ ആളു മാറിയതുപോലെ ആയിത്തീരുമെന്ന്. ഹല്ലേലൂയ. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം. ഹല്ലേലൂയ. ഈ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, നമുക്കറിയാം ഈ അമേരിക്കയിൽ നിന്നൊക്കെ വിദേശത്തു നിന്നൊക്കെ വരുമ്പം ആൾക്കാർ അവധിക്കൊക്കെ വരുമ്പോൾ പല സ്ഥലങ്ങൾ കാണാനും ഒക്കെ പോകും അല്ലേ. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്ത് മിഷൻ ഫീൽഡുകളിലേക്കാണ് പോകുന്നത്. ഹല്ലേലൂയ. ഇതെല്ലാം ഹല്ലേലൂയ കാണുന്ന ഒരു സ്വർഗമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കാണുന്നത് എല്ലാം തീയിൽ കൂടി കടത്തിവിടും. ഹല്ലേലൂയ. ആ തിരുനാമ മഹത്വം മാത്രം ലക്ഷ്യം വെച്ച് നീ ഒരാൾക്ക് ട്രാക്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഭവനങ്ങൾ കയറിയിറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്ന് നീ മാനിക്കപ്പെടും പ്രിയമുള്ളവേ. യേശുരാജൻ വരുന്നുണ്ട് ലോകത്തിൽ വാഴുവാൻ. ഹല്ലേലൂയ. ഏവരോടും കൽപ്പിച്ചിട്ട് ഇന്ന് ഞങ്ങൾ ലോകത്തിൽ നിന്നിതരാ, അന്ന് ഞങ്ങൾ ദൂതന്മാർ വന്നിതരാ. അതുപോലെ ഒരു പടയാളിയുണ്ടല്ലോ, കഷ്ടം സഹിക്കുവാൻ അവൻ തയ്യാറായിരിക്കണം പ്രിയമുള്ളവരെ. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കുവാൻ, നിന്ന സഹിക്കുവാൻ, കഷ്ടം സഹിക്കുവാൻ, പ്രയാസങ്ങൾ സഹിക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. ഹല്ലേലൂയ. എന്തെല്ലാം അപവാദങ്ങൾ വരും, പിശാചിനറിയാം നമ്മളെ ഏത് രീതിയിലാണ്. ഞാൻ ഇന്ന് ഈ കർത്താവിന് വേണ്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം പിശാച് ഓർക്കും ഇവളെ എങ്ങനെ ഒന്ന് നിർത്താതിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ ആരെല്ലാം നിനക്കെതിരെ, ലോകം, ജഡം, പിശാച്, ഈ ത്രിവിധ വൈരികളെ തോൽപ്പിച്ച് അവയുടെ മേൽ വിജയം ഉറപ്പാക്കണമെങ്കിൽ അത്യുന്നതനിൽ നിന്നുള്ള ഒരു ശക്തി നീ പ്രാപിച്ചെടുക്കണം കേട്ടോ. ഹല്ലേലൂയ. കഷ്ടം സഹിക്കുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. ജോൺ ബനിയൻ എന്ന് പറയുന്ന കർത്താവിൻ്റെ ദാസൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമനിമിത്തം ജയിലിൽ അടയ്ക്കപ്പെട്ടു. ആ ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ ജയിലിലുള്ള ആളുകളോട് അദ്ദേഹം സുവിശേഷം പറയുവാൻ തുടങ്ങി. എന്നാൽ അദ്ദേഹത്തെ വീണ്ടും ജയിലിൻ്റെ വേറെ ഉള്ളിലൊരു അറയിലേക്ക് എടുത്തു മാറ്റി. എന്നാൽ ആ സമയത്ത് അദ്ദേഹം എഴുതിയ പുസ്തകമാ പരദേശി മോക്ഷയാത്ര. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിച്ച പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു പ്രിയമുള്ളവരെ. ആ കാരാഗ്രഹത്തിൽ അവർ കിടന്ന് ആരാധിച്ചപ്പോൾ കാരാഗ്രഹം സുവിശേഷാലയമായി മാറി. കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. പ്രിയ ദൈവവേദന, നിന്റെ കഷ്ടതയുടെ മുന്നിൽ പതറാതെ. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുക, തീമോത്തിയോസേ നീ ശക്തിപ്പെടുക. ഞാൻ ചിന്തിക്കുക, തീമോത്തിയോസ് ഒരു ബോൺ ലീഡറാണ് അല്ലായിരിക്കാം, ഒത്തിരി വലിയ കഴിവുള്ള വലിയ ശക്തിമാനൊന്നും അല്ലായിരിക്കാം. അതുകൊണ്ട് നീ ശക്തിപ്പെടണം, നീ ശക്തിപ്പെടണം. ഹല്ലേലൂയ. എൻ്റെ ഈ സുവിശേഷ യാത്രയിൽ എന്നെ ശക്തീകരിച്ച, എന്നെ ബലപ്പെടുത്തിയ അനേകരുണ്ട് പ്രിയമുള്ളവരെ. പല പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിച്ചു. ഫ്രീഡമില്ലാത്ത രാജ്യത്ത് ഹല്ലേലൂയ എൻ്റെ കർത്താവിന് വേണ്ടി നിന്നപ്പോൾ അതൊക്കെ പറയണമെങ്കിൽ ഈ പബ്ലിക്കിൽ എനിക്ക് ലൈവ് പോകുന്നതാണല്ലോ, പബ്ലിക്കിൽ എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയാൻ കേട്ടോ. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവ് നിർത്തിയതാ. ഹല്ലേലൂയ. അതുപോലെ ഓരോ പടയാളിയും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ പ്രസംഗം നമുക്കറിയാം, കല്യാണത്തിനൊക്കെ ചെല്ലുമ്പോൾ സ്റ്റാർട്ടറായിട്ട് ഒരു നാരങ്ങാ വെള്ളം, ഒരു ചെറിയത് എന്തെങ്കിലും ഒരു കഴിക്കാൻ തരുമല്ലോ. എന്നാൽ അത് കഴിഞ്ഞ് നല്ല ബിരിയാണി, ഫ്രൈഡ് റൈസും ഒക്കെ ഉണ്ട് എന്ന് പറയുന്ന പോലെ ഞാനൊരു സ്റ്റാർട്ടറായിട്ട് പറഞ്ഞതാ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന, ശ്രേഷ്ഠനായ അവരുടെയൊക്കെ മുന്നിൽ നിൽക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക ആലോചന നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാകട്ടോ. ഹല്ലേലൂയ. ഓരോ പടയാളിയും ആത്മഭാരമുള്ളവരായിരിക്കണം. ആയിരങ്ങൾ പതിനായിരങ്ങൾ നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ, ക്രിസ്തുവില്ലാത്ത ശവക്കുഴിയിലേക്ക് ദിവസം തോറും നിപതിക്കുമ്പോൾ, ദൈവവേദന നിനക്ക് എങ്ങനെ അടങ്ങിയിരിക്കുവാൻ കഴിയും? നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്നേഹിതന്റെ പുരയ്ക്ക് തീ കത്തുന്നത് കണ്ടാൽ, ഇന്ന പുര തീ കത്തുന്നു, എഴുന്നേറ്റ് വരുവീരെന്ന് ഉറക്കെ പറയുകയില്ലയോ? ആയിരങ്ങളുടെ മേൽ നരകത്തീ കത്തുന്ന കാഴ്ച നിന്റെ ഹൃദയത്തിൽ വന്ന് പതിഞ്ഞാൽ നീ അടങ്ങിയിരിക്കയില്ല. ഹല്ലേലൂയ. അടങ്ങിയിരിക്കുന്നുവെങ്കിൽ നീ ആത്മഭാരമുള്ളവനല്ല. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്നുള്ള ഒരു വിളി. ഹല്ലേലൂയ. യെശയ്യാവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഞാൻ ആരെ അയക്കേണ്ടു? അത് ദൂതന്മാരോടല്ല പറഞ്ഞത്, മനുഷ്യരോടാ. ഞാൻ ആരെ അയക്കേണ്ടു? എത്ര പേര് എൻ്റെ കർത്താവിൻ്റെ വേദന ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രിയിൽ തയ്യാറാകും? കുഞ്ഞെ, നിന്റെ വേദന ഒത്തിരി കർത്താവ് ഏറ്റെടുത്തില്ലേ? കർത്താവിനോട് നീ പറഞ്ഞില്ലേ, നടുവേദനയാ, കാലിന് വേദനയാ, കർത്താവേ ഇന്നത് ഇതെല്ലാം കർത്താവ് ഏറ്റെടുത്തില്ലേ? എൻ്റെ കർത്താവിൻ്റെ വേദന എന്നാന്നറിയാവോ? നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കളാ. ഹല്ലേലൂയ. ഒരു സ്നാനത്തോടുകൂടെ നാം
നാം അവൻ്റെ പങ്കാളിയായി തീർന്നെങ്കിൽ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ഈ വേദനയൊന്ന് ഏറ്റെടുത്തേ സഹോദരങ്ങളെ. ഒരു പോഷനെ പോലെ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ഈ 2024 നീ തയ്യാറാകുമോ? ഈ ലോകത്തിൽ എന്ത് നേടിയാലും നമ്മൾ ഇവിടെ ഇട്ടേച്ചു പോകും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. എന്നാൽ എൻ്റെ കർത്താവിന് വേണ്ടി നീ ഒരു നിന്ന സഹിക്കുവാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ആത്മഭാരമുള്ള ഒരു ഹൃദയം അടിയനെ അയക്കണമേ. നമുക്കറിയാം, നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, ആഴത്തിൽ നിന്നൊരു നിലവിളി. അതാരാന്നറിയാവോ? വേറെ ആരുമല്ല, ധനവാനച്ചാൻ്റെയാ. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക കേട്ടോ, ഹല്ലേലൂയ. ആ ധനവാനച്ചാന് ആത്മഭാരം വന്നത് എവിടെ വെച്ചെന്നപ്പോഴാണെന്നറിയാവോ? നരകത്തിൽ കിടന്ന്, പാതാളത്തിൽ കിടന്നപ്പോഴാ. അതൊരു കെട്ടുകഥയല്ല, ഒരു ഉപമയല്ല പ്രിയമുള്ളവരെ, അതൊരു സംഭവമായിട്ടാണ് പറയുന്നേ. ഹല്ലേലൂയ. നമുക്ക്, ഞാൻ പറയാം, എന്നെ ഒരു സമയത്ത് എൻ്റെ കർത്താവ് രോഗത്തിൽ നിന്ന് വിടുവിച്ചതാന്ന് പറഞ്ഞ് ഈ ഗ്ലോറി ഒരിക്കലും മരിച്ചു പോകത്തില്ലെന്നൊന്നുമില്ല കേട്ടോ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എന്നെപ്പറ്റി ആഗ്രഹിക്കുന്നത് കഴിയുമ്പോൾ കർത്താവ് പറയും, മതി മോളെ, നീ ഇങ്ങ് പോരാൻ പറയും, ഹല്ലേലൂയ. ഈ ആത്മഭാരം ധനവാനച്ചാൻ വന്നത് എപ്പോഴാന്നറിയാമോ? കയ്യും കാലും കൂട്ടിക്കെട്ടി മൂക്കിനകത്ത് 2 പഞ്ഞിയും വെച്ചിട്ടൊരു പാട്ട് പാടുമല്ലോ. ആകയാൽ പാട്ട് പാടാൻ സമയമില്ല, ഹല്ലേലൂയ. പലപ്പോഴും കൺവെൻഷന് പ്രസംഗിക്കുമ്പോൾ ഇടയ്ക്ക് പാടാറുണ്ട്. ഈ ആത്മഭാരം വരേണ്ടത്, ഹല്ലേലൂയ, മരിച്ചു കഴിയുമ്പോൾ അല്ല പ്രിയമുള്ളവരെ, ജീവിച്ചിരിക്കുമ്പോഴാണ് തീരുമാനിക്കേണ്ടത്. അവിടെ കിടന്നുകൊണ്ട് ഈ ധനവാനച്ചാൻ പറയുവാ, എനിക്ക് 5 സഹോദരന്മാരുണ്ട്, ലാസറിനെ ഒന്ന് അയക്കാമോ? ഹല്ലേലൂയ. ധനവാനച്ചായ പിതാവേ എന്ന് വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, പിതാവേ എന്ന് വിളിച്ചപ്പോൾ, മോനെ എന്നൊക്കെ വിളിച്ചപ്പോൾ ഈ അച്ഛൻ ഒരു പ്രതീക്ഷ വന്നു കാണും പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പക്ഷേ സമയം കഴിഞ്ഞുപോയി കുഞ്ഞേ. നീ ജീവിച്ചിരിക്കുന്ന നീയാ. നിന്റെ മുന്നിൽ ഈ കോവിഡ് വന്നിട്ട് നമ്മളിൽ പലരും മരിച്ചു പോകാതിരുന്നതുണ്ടല്ലോ, ഹല്ലേലൂയ. നിന്റെ ഇമ്മ്യൂണിറ്റി പവറിൻ്റെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. എന്നെ ആംബുലൻസിൽ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് കേട്ടോ, പ്രിയ വർക്കിച്ചാനായിരുന്നു അന്ന് അതിൻ്റെ ഉള്ള ക്രമീകരണങ്ങൾ ചെയ്തു തന്നെ. ഞാനത് നന്ദിയോടെ ഓർക്കുക പ്രിയമുള്ള. അന്നും പ്രഷർ താണു 24 വരെ. എന്തിനാണെന്നറിയാവോ? അന്ന് എൻ്റെ കർത്താവ് എന്നെ വിളിക്കാതിരുന്നത് ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ഇത് പറയുവാനാ, ഹല്ലേലൂയ. കുഞ്ഞെ, നിന്റെ ഇമ്മ്യൂണിറ്റി പവർ കൊണ്ടോ ഒന്നുമല്ല, ദൈവം നിനക്ക് ആയുസ് തന്ന, ആരോഗ്യം തന്നത് അവന് വേണ്ടി നിൽക്കുവാനാ, ഹല്ലേലൂയ. ആത്മഭാരമുള്ള വിളി, ഈ കർത്താവിന് വേണ്ടി നമ്മൾ അന്തരംഗത്തിൽ നിന്നുള്ള വിളി. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുക, ഞാൻ ഈ യഹോവയുടെ നാമനിമിത്തം ഒത്തിരി അച്ഛൻ പറഞ്ഞല്ലോ, ഒത്തിരി നിന്നെ പഴിയും ദുഷിയാ പ്രിയമുള്ളവരെ. എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ അറ്റത്തൊക്കെ കയറി പിടിച്ച് ഇതിങ്ങനെ വൈറലാക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഹല്ലേലൂയ, നീ കർത്താവിന് വേണ്ടി നിന്നെ പഴിയും ദുഷിയും കേട്ടിട്ട് നീ കർത്താവിൻ്റെ നാമം ഉപേക്ഷിച്ചാൽ, മാനുഷിക വാക്കുകൾ കേട്ട് നീ തളർന്നു പോകല്ലേ, ക്ഷീണിച്ചു പോകല്ലേ. കർത്താവാ നിന്നെ വേലയ്ക്കായി വിളിച്ചത്, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കാൽവറിയുടെ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ എൻ്റെയും നിൻ്റെയും പാപത്തിനു വേണ്ടി എൻ്റെ കർത്താവ് എരിഞ്ഞെരിഞ്ഞടങ്ങുമ്പോൾ, എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനെ വർണ്ണിക്കാത്ത ഒരു മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ഇല്ല പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ വാക്കുകൾ എപ്പോൾ അവസാനിക്കുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിനെ വർണ്ണിച്ചിട്ടാണ് അവസാനിപ്പിക്കുന്നേ. പീലാത്തോസിൻ്റെ അരമന മുതൽ, ഹല്ലേലൂയ, കാൽവറിയുടെ മലമുകൾ വരെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി നിന്നെ സഹിച്ചു, ഹല്ലേലൂയ. ആ ക്രൂശിലെ കള്ളനോട് പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ രാജ്യത്വം പ്രാപിച്ചു, എന്നെയും കൂടെ ഓർക്കണേ എന്ന് പറഞ്ഞപ്പോൾ, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ആ ക്രൂശിൽ കിടന്നുകൊണ്ട് എന്നോടും നിന്നോടും മൗനമായിട്ട് ചോദിക്കുക, എൻ്റെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേക കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി. എൻ്റെ കർത്താവ് മടങ്ങി വരുന്നത് വരെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ആരുണ്ട്? ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ ധീര പടയാളികളായി മുന്നോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.